ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഇന്നത്തെ 7ാമത്തെ ക്ലാസ് ആണ് നമ്മുടെ. അപ്പോൾ ഇതിക്ക് മുന്നേ ഉള്ള ക്ലാസ്സുകൾ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് പിൻ ചെയ്തേക്കാം. അപ്പോൾ ബാക്കിയുള്ള 6 ക്ലാസ്സുകൾ കൂടി നിങ്ങളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതിൻ്റെ നോട്ട്സ് നമ്മുടെ ടെലഗ്രാമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും ദിവസം നിങ്ങൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും എല്ലാം ഒരുപാട് നന്ദിയും കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ 7ാമത്തെ ക്ലാസ് ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമ്മൾ 14 ജില്ലകളിലെ കറണ്ട് അഫയേഴ്സ് മൊത്തമായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഇനി വരുന്നത് നമ്മൾ സംസ്ഥാനങ്ങളിലൂടെയാണ്. അതായത് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ 8 യൂണിയൻ ടെറിട്ടറീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കറണ്ട് അഫയേഴ്സ് പഠിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ റെഫറൻസിന് വേണ്ടി ഉപയോഗിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ PSC ബുള്ളറ്റിൻ, നമുക്കറിയാം PSCയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് PSC ബുള്ളറ്റിൻ. അത് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് മാഗസീൻസ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ട്, പല പബ്ലിക്കേഷൻ്റെയും. അതേപോലെ ന്യൂസ് പേപ്പേഴ്സ്, വെബ്സൈറ്റ്, കേരള ലിറ്റററി മിഷൻ, ഗവൺമെൻറ് സൈറ്റ്സ്, ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടും. 20 മാർക്ക് എന്ന് പറയുന്ന കറണ്ട് അഫയേഴ്സിൽ 15 മാർക്കിന് മുകളിലേക്ക് വാങ്ങാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് നമ്മളിത് ഓരോന്നും ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് തമിഴ്നാടിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. രാജ്യത്തെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് കന്യാകുമാരിയിലാണ്. ഓക്കെ, രാജ്യത്തെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം, ഓക്കെ, തീരക്കടൽ കാറ്റാടിപ്പാടം നിലവിൽ വരുന്നത് കന്യാകുമാരിയിലാണ്. തമിഴുമായി ബന്ധപ്പെട്ട കിലാടി, അതായത് തമിഴരുമായി ബന്ധപ്പെട്ട കിലാടി മ്യൂസിയം ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം തമിഴ്നാടാണ്. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിവഗംഗ ജില്ലയിലാണ് കിലാടി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ തമിഴ്നാട് അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരുമായി ബന്ധപ്പെട്ട കിലാടി മ്യൂസിയം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴരുടെ സമ്പന്നമായ പുരാതന വേരുകളുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുന്ന അതുല്യമായ പുരാവസ്തുക്കൾ നൽകിയ വൈഗയുടെ തീരത്തുള്ള കിലാടിയിലാണ് ഈ മ്യൂസിയം സ്ഥാപിക്കാനായിട്ട് പോകുന്നത്. 2014 മുതൽ 2015 വരെയുള്ള പുരാവസ്തു ഗവേഷണത്തിന്റെ ഫലങ്ങളാണ് ഈ മ്യൂസിയത്തിൽ നമുക്ക് പ്രദർശിപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യയുടെയും അതേപോലെ തന്നെ ഒരുപക്ഷെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിന്റെയും സാംസ്കാരിക സംഘകാല ചരിത്രത്തെ പുനർനിർവചിക്കുകയും പുനർമൂല്യനിർണ്ണയം നടത്തുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ ഈ ഫലം അടിവരയിരുന്നു. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തമിഴരുടെ ആ ഒരു പ്രാചീന കാലത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്കൊരറിവ് തരുന്ന മ്യൂസിയം തന്നെയായിരിക്കും ഇത്. മുഖ്യമന്ത്രി AK സ്റ്റാലിനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, അപ്പോൾ ആരാണ് ഇത് ഉദ്ഘാടനം ചെയ്തതെന്ന് ചോദിച്ചാൽ AK സ്റ്റാലിനാണ്. എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴരുമായി ബന്ധപ്പെട്ട കിലാടി മ്യൂസിയം അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് തമിഴ്നാട്ടിലെ ശിവഗംഗ എന്ന് പറയുന്ന ജില്ലയിലാണ്. ശിവഗംഗ ജില്ല, തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലാണ് കിലാടി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ അകത്ത്? തമിഴരുടെ സമ്പന്നമായ പുരാതന വേരുകളുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുന്ന അതുല്യമായ പുരാവസ്തുക്കൾ നൽകിയ വൈഗയുടെ തീരത്തുള്ള കിലാടിയിലാണ് മ്യൂസിയം സ്ഥാപിച്ചിരിക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്ത് എന്താണ് 2014-15 മുതൽ നടത്തിയ പുരാവസ്തു ഗവേഷണത്തിന്റെ ഫലങ്ങൾ മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ സാംസ്കാരിക സംഘകാല ചരിത്രത്തെ, അതായത് സംഘകാല ചരിത്രത്തെയാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഒരു മ്യൂസിയത്തിന്റെ അകത്ത് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിലാടി മ്യൂസിയം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, കിലാടി മ്യൂസിയം തമിഴ്നാടിലാണ്. ഇത് ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശിവഗംഗ ജില്ലയിലാണ്. എന്തുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ സംഘകാല ചരിത്രത്തെ പുനർനിർവചിക്കുകയും പുനർമൂല്യനിർണ്ണയം നടത്തുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മ്യൂസിയം ഉണ്ടാക്കിയത്. ഇത് ആരാണ് ഉദ്ഘാടനം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? സ്റ്റാലിനാണ് ഈ ഒരു മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇസ്രായേലിന്റെ സഹകരണത്തോടെ സെന്റർ ഓഫ് വാട്ടർ ടെക്നോളജി സ്ഥാപിക്കുന്ന നഗരം ഏതാന്ന് ചോദിച്ചാൽ ചെന്നൈ IIT മദ്രാസ് ആണ്. ഇസ്രായേലിന്റെ സഹകരണത്തോടെ സെന്റർ ഓഫ് വാട്ടർ ടെക്നോളജി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വച്ചോ. സെന്റർ ഓഫ് വാട്ടർ ടെക്നോളജി സ്ഥാപിക്കുന്ന നഗരമാണ്
ചെന്നൈയിലെ IIT മദ്രാസ്. സ്കൂൾ പാഠ്യപദ്ധതിയിൽ സംഗീതം, നൃത്തം, ദൃശ്യകല, നാടകം, നാടോടിക്കല എന്നീ കലാരൂപങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. ഓക്കെ, അപ്പോൾ സ്കൂൾ പാഠ്യപദ്ധതിയിൽ സംഗീതം, നൃത്തം, ദൃശ്യകല, നാടകം, നാടോടിക്കല ഓക്കെ എന്നീ കലാരൂപങ്ങൾ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനമാണ് ഏത്? തമിഴ്നാട് എന്ന് പറയുന്നത്. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക. നമുക്കത് അടുത്തൊരു സെക്ഷനിൽ വന്ന് കഴിയുമ്പോൾ അതൊക്കെ മാറ്റാം. രാജ്യത്തെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കണ്ടെത്താനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ 2023-22 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ 1ാം സ്ഥാനം നേടിയ സ്ഥാപനമാണ് IIT മദ്രാസ്. കാരണം ഒത്തിരി അവാർഡുകൾ ഈയിടെ IIT മദ്രാസിന് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ പുതിയ ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടുത്തങ്ങളുമായി ബന്ധപ്പെട്ടും IIT മദ്രാസ് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ആയിരുന്നു ഇസ്രായേലിന്റെ സഹകരണത്തോടെ സെന്റർ ഓഫ് വാട്ടർ ടെക്നോളജി സ്ഥാപിക്കുന്ന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ചെന്നൈയിലാണ്. ചെന്നൈയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ IIT മദ്രാസ് ആണ്. അപ്പോൾ ആദ്യത്തെ IIT മദ്രാസുമായി ബന്ധപ്പെട്ട ചോദ്യം ഇതാണ്: ഇസ്രായേലിന്റെ സഹകരണത്തോടെ സെന്റർ ഓഫ് വാട്ടർ ടെക്നോളജി സ്ഥാപിക്കുന്ന നഗരം ചെന്നൈ, IIT മദ്രാസ്. അതേപോലെ രാജ്യത്തെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കണ്ടെത്താനുള്ള കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ 2022-23 നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്കിൽ 1ാം സ്ഥാനം നേടിയ സ്ഥാപനവും IIT മദ്രാസ് ആണ്. ഓക്കെ, കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയ ഒരു ആളാണ് ബെല്ലി എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പാപ്പാനാണ് ആരെന്ന് പറയുന്നത്? ബെല്ലി എന്ന് പറയുന്ന വനിത. ഓക്കെ, അപ്പോൾ തമിഴ്നാട്ടിലെ ആദ്യത്തെ വനിതാ പാപ്പാൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ബെല്ലിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ട്രാൻസ്ജെൻഡേഴ്സിന് സംവരണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഏതാണ്? അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ എന്താണ് അതായത് ട്രാൻസ്ജെൻഡേഴ്സിന് എന്ത് വേണം? ട്രാൻസ്ജെൻഡേഴ്സിന് സംവരണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതി ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് മദ്രാസ് ഹൈക്കോടതിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ട്രാൻസ്ജെൻഡേഴ്സിന് സംവരണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. അടുത്തൊരു ചോദ്യം കുറച്ച് ആളുകൾക്കൊക്കെ ഭയങ്കരധികം ഇഷ്ടപ്പെടും. കാരണം എന്താ ചോദിച്ചാൽ, ഭർത്താവിന്റെ വരുമാനത്തിൽ നിന്ന് വാങ്ങുന്ന സ്വത്തിന്റെ പകുതി അവകാശം ഭാര്യയ്ക്കുമുണ്ടെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. ഓക്കെ, അപ്പോൾ എന്താണ്? ഭർത്താവിന്റെ വരുമാനത്തിൽ നിന്ന് വാങ്ങുന്ന സ്വത്തിന്റെ പകുതി അവകാശം, അതായത് നിന്നും വാങ്ങുന്ന സ്വത്തിന്റെ പകുതി അവകാശം ഭാര്യയ്ക്കുമുണ്ടെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ, നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുന്നതായിരിക്കും. പക്ഷേ ഇത് തമിഴ്നാട്ടിലാണ് നടക്കുന്നത്. ഓക്കെ, ഭർത്താവിന്റെ വരുമാനത്തിൽ നിന്ന് വാങ്ങുന്ന സ്വത്തിന്റെ പകുതി അവകാശം ഭാര്യയ്ക്കും ഉണ്ടെന്ന് വിധി പ്രസ്താവിച്ച ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും അധികം ഇലക്ട്രോണിക് സാധനങ്ങൾ കയറ്റുമതി ചെയ്ത സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. കാരണം ഇലക്ട്രോണിക്സ് സാധനങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാട്ടിലാണ്. കാരണം ബാംഗ്ലൂർ, ചെന്നൈ എന്നൊക്കെ പറയുന്ന ആ ഒരു ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ എന്താണ് ഇലക്ട്രോണിക് സാധനങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് 2022-23 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും അധികം ഇലക്ട്രോണിക് സാധനങ്ങൾ കയറ്റുമതി ചെയ്ത സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. 2ാം സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. 2ാം സ്ഥാനം ഉത്തർപ്രദേശാണ്. അപ്പോൾ 1ാം സ്ഥാനം ഇലക്ട്രോണിക് സാധനങ്ങൾ കയറ്റുമതി ചെയ്തതിൽ തമിഴ്നാടും 2ാം സ്ഥാനം ഉത്തർപ്രദേശും. സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വൈക്കം അവാർഡ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ തമിഴ്നാട് തന്നെയാണ്. ഓക്കെ, വൈക്കം അവാർഡ് നമ്മുടെ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പോലത്തെ വൈക്കം അവാർഡാണ്. വൈക്കം അവാർഡ് പ്രഖ്യാപിച്ചത് സ്റ്റാലിൻ തന്നെയാണ്. കാരണം സ്റ്റാലിൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി തമിഴ്നാട്ടിലേക്ക് വന്നതോടുകൂടി പല പ്രവർത്തനങ്ങൾ, അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അത്രത്തോളം വാർത്തയിൽ ഇടം പിടിച്ച ഒരു വ്യക്തി തന്നെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ആയിട്ടുള്ള AK സ്റ്റാലിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മുൻ പ്രധാനമന്ത്രി VP സിംഗിന്റെ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാ? തമിഴ്നാടാണ്. ഓക്കെ, അപ്പോൾ മുൻ പ്രധാനമന്ത്രി VP സിംഗിന്റെ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. 2023 നവംബർ 27 തിങ്കളാഴ്ച ചെന്നൈയിലെ പ്രസിഡൻസി കോളേജ് മുൻ പ്രധാനമന്ത്രി VP സിംഗിന്റെ പ്രതിമ
അനാച്ഛാദന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി AK സ്റ്റാലിനും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും കൂടിയാണ് ഈ ഒരു എന്താണ് പ്രതിമ അനാച്ഛാദനം ചെയ്ത് എന്ത് ചെയ്തത് സംഭവം സെറ്റ് ചെയ്തത്. അപ്പോൾ 2023 നവംബർ 27-നാണ് ആരുടെ പ്രതിമ? മുൻ പ്രധാനമന്ത്രി VP സിംഗിന്റെ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. ഓക്കെ, അപ്പോൾ മുൻ പ്രധാനമന്ത്രി VP സിംഗിന്റെ പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. 2023 നവംബർ 27 തിങ്കളാഴ്ചയാണ് ചെന്നൈയിലെ പ്രസിഡൻസി കോളേജിൽ മുൻ പ്രധാനമന്ത്രി VP സിംഗിന്റെ പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി AK സ്റ്റാലിനും സമാജ്വാദി പാർട്ടി അഖിലേഷ് യാദവും കൂടിയാണ് ഈ ഒരു എന്താണ് പ്രതിമ അനാച്ഛാദനം ചെയ്തത്. ഓക്കെ, അപ്പോൾ PSC ചോദിക്കാം, VP സിംഗിന്റെ പ്രതിമ ഏത് സംസ്ഥാനത്താണ് പുതിയതായിട്ട് അനാച്ഛാദനം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? നമ്മുടെ സ്വന്തം തമിഴ്നാടാണ്. ഓക്കെ, ഇനി തമിഴ്നാടിൻ്റെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ച ഗ്രാമങ്ങളാണ് അരിട്ടപ്പട്ടി, മീനാക്ഷിപുരം. ഓക്കെ, അപ്പൊ തമിഴ്നാടിൻ്റെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ച ഗ്രാമങ്ങളാണ് അരിട്ടപ്പട്ടിയും അതേപോലെ തന്നെ എന്താണ് മീനാക്ഷിപുരവും. ആക്ച്വലി ഈ ഒരു പേരെന്ന് പറയുന്ന അരിട്ടപ്പട്ടി എന്ന് പറയുന്ന പേര് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ കണ്ടതും അതേപോലെ ന്യൂസിൽ നോക്കിയപ്പോഴും അതേപോലെ തന്നെ ഗൂഗിൾ ചെയ്തപ്പോഴും അരിട്ടപ്പട്ടി എന്ന് തന്നെയാണ് കണ്ടത്. അപ്പോൾ അരിട്ടപ്പട്ടി, മീനാക്ഷിപുരം ഈ 2 ഗ്രാമങ്ങളാണ് തമിഴ്നാടിൻ്റെ ആദ്യ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങളായി പ്രഖ്യാപിച്ച ഗ്രാമങ്ങൾ. അരിട്ടപ്പട്ടി അതേപോലെ തന്നെ എന്താണ് മീനാക്ഷിപുരം. ഓക്കെ, ഇനി എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ് നാട് വനിതയാണ് മുത്തമിഴ് സെൽവി. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത മുത്തമിഴ് സെൽവി. ഒത്തിരിയധികം വാർത്താ പ്രാധാന്യം നേടിയ ഒരു വ്യക്തി തന്നെയാണ് മുത്തമിഴ് സെൽവി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി എന്താണ് തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഒരു ആള് മുത്തമിഴ് സെൽവിയാണ് ആദ്യമായിട്ട് എന്ത് ചെയ്തത്? എവറസ്റ്റ് കീഴടക്കിയത്. അപ്പോൾ അതിൻ്റെ ഒത്തിരി എന്താണ് കാര്യങ്ങളൊക്കെ വന്നിരുന്നു. 34 വയസ്സുള്ളൊരു ആളാണ് മുത്തമിഴ് സെൽവി എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്താണ് ഈ പറയുന്ന മുത്തമിഴ് സെൽവി എവറസ്റ്റ് കീഴടക്കിയതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമുകളിലും അതേപോലെ തന്നെ എന്താണ് യൂട്യൂബ്സിലൊക്കെ അത്രത്തോളം വൈറലായിട്ടുള്ളതായിരുന്നു. അപ്പോൾ മറക്കണ്ട, എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ തമിഴ്നാട് വനിത ആരാന്ന് ചോദിച്ചാൽ അതാണ് മുത്തമിഴ് സെൽവി. മുത്തമിഴ് സെൽവി. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ആദ്യം തന്നെ വരുന്നത് ഉച്ചഭക്ഷണം, പ്രഭാത ഭക്ഷണം ഇങ്ങനെയൊക്കെ ഉള്ളത് ആദ്യം വരുന്നത് നമ്മുടെ തമിഴ്നാട് തന്നെയാണ്. അതായത് തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് സ്കീം ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സോഷ്യൽ വെൽഫെയർ ആൻഡ് വുമൻ എംപവർമെന്റ് ഓഫ് Tamil Nadu government for the school students. Breakfast will be provided to primary school children from 1 to 5th standard studying in government schools on all school working days. In the first phase, corporations, municipalities and panchayats were selected based on high prevalence of anemia as per NHFS data, economically backward block as per SBGF, habitation of tribal population and instability of the area which will be covered under this scheme. At present 1,40,095 primary schools children studying 1545 government schools will be covered under the scheme. A total cost 33.56 cost will be extended to റിമൈനിങ് സ്കൂൾസ് ഇൻ ഫേസ് മാനർ. ഓക്കെ, അപ്പോൾ അതായത് തമിഴ്നാട് സർക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത്രത്തോളം എന്താണ് ഈ പറയുന്ന പുതിയ പുതിയ സ്കീമുകളൊക്കെ കൊണ്ടുവരുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് തമിഴ്നാട് സർക്കാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ആദ്യമായിട്ട് സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. ഈ പദ്ധതി ആരുടെ കീഴിലാണ് നടപ്പിലാക്കിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള AK സ്റ്റാലിനാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. അത് ആദ്യത്തെ ഒരു സമയം എന്ന് പറയുന്നത് 1 മുതൽ 5 വരെയുള്ള കുട്ടികൾക്കാണ്, 1 മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് കൊടുക്കുന്നത്. അതായത് വർക്കിംഗ് ഡേയ്സ് ആയിട്ടുള്ള എല്ലാ ദിവസങ്ങളിലും എന്ത് ചെയ്യും? പ്രഭാത ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ
ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ ഇത്രയും, അതായത് നിലവിലുള്ള ഫസ്റ്റ് ഫേസിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് അവിടെ ഒക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1,14,095 കുട്ടികൾക്ക്, അതായത് 1545 ഗവൺമെൻറ് സ്കൂളുകൾക്കാണ് ഈ പദ്ധതി മുഖേന എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കീം നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിക്ക് ചെലവാകുന്ന തുക എന്ന് പറയുന്നത് ഏകദേശം 33.56 കോടി രൂപയാണ്. എന്തായാലും നല്ലൊരു കാര്യമാണ്. കാരണം കുട്ടികൾക്കൊക്കെ രാവിലെ മാതാപിതാക്കൾ എന്താണ് അവരെ സ്കൂളിലേക്ക് അയക്കുക എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. അവരുടെ ഫുഡ്, അതായത് രാവിലത്തെ ഫുഡ്, അതേപോലെ തന്നെ ഉച്ചത്തെ ഫുഡ്, ഇതെല്ലാം എന്ത് ചെയ്യാൻ പറ്റും, സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു പദ്ധതി കൂടുതൽ ഒരു നല്ലൊരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കാരണം നമ്മുടെ ഒന്നും കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ സ്കൂളുകളിൽ ഇങ്ങനെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഉച്ചഭക്ഷണം ഉണ്ട്, പക്ഷെ പ്രഭാത ഭക്ഷണം ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് അറിയാൻ സാധിച്ചത്, അല്ലെങ്കിൽ നിലവിലുള്ളത് എന്ന് തന്നെ തോന്നുന്നു. ഓക്കെ, ഇനി രാജ്യത്തെ ആദ്യ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ചെന്നൈയിലാണ്. നമുക്കറിയാം, ഇന്ന് ഡ്രോൺ എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ അത്രത്തോളം എന്താണ് മറ്റൊരു ലെവലിലേക്ക് തന്നെ, അതായത് പല കേസ് അന്വേഷണങ്ങൾക്കും അതേപോലെ തന്നെ എന്താണ് ഓൺലൈൻ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അത്രത്തോളം സ്വാധീനം ചെലുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഡ്രോൺ എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തെ ആദ്യ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ചെന്നൈയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ നിലവിൽ വന്ന സംസ്ഥാനവും തമിഴ്നാടാണ്. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് എവിടെയാണ്? ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വച്ചോ. കുലശേഖരപട്ടണം, തൂത്തുക്കുടി. അപ്പോൾ കുലശേഖരപട്ടണം, തൂത്തുക്കുടിയിലാണ് ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത്. കുലശേഖരപട്ടണം, തൂത്തുക്കുടി. ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ നിലവിൽ വന്ന തമിഴ്നാടാണ്. രാജ്യത്തെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? അതും നമ്മുടെ ചെന്നൈയിലാണ് ഇത് ആരംഭിച്ചത്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴിയാണ് രാമേശ്വരം മാനമധുര എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴിയാണ് രാമേശ്വരം മാനമധുര. രാജ്യത്ത് സിനിമാ തിയേറ്ററുകളുള്ള ആദ്യ വിമാനത്താവളമാണ് ചെന്നൈ എന്ന് പറയുന്നത്. അപ്പോൾ രാജ്യത്തെ ആദ്യ സിനിമാ തിയേറ്ററുകളുള്ള വിമാനത്താവളം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് ചെന്നൈ വിമാനത്താവളമാണ് രാജ്യത്തെ ആദ്യത്തെ സിനിമാ തിയേറ്റർ ഉള്ളത്. 5 മുതൽ 12 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകാൻ തീരുമാനിച്ച തമിഴ്നാട് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പുതുമൈ പെൺ പദ്ധതി. അപ്പോൾ പുതുമൈ പെൺ പദ്ധതി എന്ന് പറയുന്നത് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട സ്കീമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുതുമൈ പെൺ പദ്ധതി തമിഴ്നാട് സർക്കാരുമായി ബന്ധപ്പെട്ട പുതിയ പദ്ധതിയാണ്. അതായത് 5 മുതൽ 12 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകാൻ തമിഴ്നാട് സർക്കാർ ആരംഭിച്ച പദ്ധതിക്ക് പറയുന്ന പേരാണ് ഈ പറയുന്ന പുതുമൈ പെൺ പദ്ധതി. അടുത്ത നമുക്കറിയാം, തന്തേ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വരുന്ന സംസ്ഥാനം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. തന്തേ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വരുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. തന്തേ പെരിയാർ വന്യജീവി സങ്കേതം ഇന്ത്യൻ സംസ്ഥാനവുമായ തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിൽ പശ്ചിമഘട്ടത്തിനും കിഴക്കൻ ഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിർദ്ദിഷ്ട സംരക്ഷിത പ്രദേശമാണ് തന്തേ പെരിയാർ വന്യജീവി സങ്കേതം. ഇത് 2023 മാർച്ച് തമിഴ്നാട് സർക്കാർ വിജ്ഞാപനം ചെയ്തു. തമിഴ്നാട്ടിലെ 18ാമത്തെ വന്യജീവി സങ്കേതമായിട്ട് മാറുകയാണ് ഏത്? തന്തേ പെരിയാർ വന്യജീവി സങ്കേതം. അപ്പോൾ തന്തേ പെരിയാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് എവിടെയാ? തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയില് പശ്ചിമഘട്ടത്തിനും കിഴക്കൻ ഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിർദ്ദിഷ്ട സംരക്ഷിത പ്രദേശമാണ് ഈ പറയുന്ന തന്തേ പെരിയാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. 18ാമത്തെ വന്യജീവി സങ്കേതമാണ് ഇതെന്ന് പറയുന്നത്. ഇതിൻ്റെ എത്രയാണ് സ്ക്വയർ കിലോമീറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിസ്തീർണം 801.15 കിലോമീറ്റർ ആണ്. അതായത് 309.33 ചതുരശ്ര മൈലാണ് വിസ്തൃതിയുള്ള ഒരു വനപ്രദേശം ഉൾക്കൊള്ളുന്നു. കൂടാതെ പടിഞ്ഞാറൻ തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലെ ഗോപി, ചെട്ടിപ്പാളയം, അന്തിയൂർ താലൂക്കുകളുടെ ഭാഗങ്ങളും ഇത് ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഇത് ഏതൊക്കെ സ്ഥലങ്ങളുമായിട്ടാണ് നിലവിൽ അതിർത്തി പങ്കിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിസ്തൃതിയുള്ള വനപ്രദേശം ഉൾക്കൊള്ളുന്ന, കൂടാതെ പടിഞ്ഞാറൻ തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിലെ ഗോപി, ചെട്ടിപ്പാളയം, അന്തിയൂർ താലൂക്കുകളുടെ ഭാഗങ്ങളിലേക്കും കൂടിയാണ് ഈ പറയുന്ന തന്തേ പെരിയാർ വന്യജീവി സങ്കേതം ഉൾക്കൊള്ളുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്തത്, നീലഗിരി ബയോസ്ഫിയർ റിസർവിനെയും കാവേരി സൗത്ത് വന്യജീവി സങ്കേതത്തെയും ബന്ധിപ്പിക്കുന്ന ഈ വന്യജീവി സങ്കേതം ആനകളുടെയും കടുവകളുടെയും സുരക്ഷിതമായ സഞ്ചാരം പ്രദാനം ചെയ്യുന്നു. കിഴക്കൻ ഘട്ടം പശ്ചിമഘട്ടവുമായി ലയിക്കുന്നു. കർണാടകയിലെയും
നീലഗിരിയിലെയും കൊല്ലേകൽ വനങ്ങളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ശരിക്കും ഈ പറയുന്ന നീലഗിരി ബയോസ്ഫിയർ റിസർവിനെയും കാവേരി സൗത്ത് വന്യജീവി സങ്കേതത്തെയും ബന്ധിപ്പിക്കുന്ന ഈ വന്യജീവി സങ്കേതം ആനകളുടെയും അതേപോലെ തന്നെ കടുവകളുടെയും സുരക്ഷിതമായ സഞ്ചാരമാണ് ഇവിടെ പ്രദാനം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ആനകളും കടുവകളുടെയും ഒരു സഞ്ചാരം നമുക്ക് എവിടെ കാണാൻ പറ്റും? തന്തേ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. പറഞ്ഞത് ഇതാണ്, തന്തേ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന സംസ്ഥാനം തമിഴ്നാടാണ്. തന്തേ പെരിയാർ വന്യജീവി സങ്കേതം തമിഴ്നാട്ടിലെ ഈറോഡ് ജില്ലയിൽ പശ്ചിമഘട്ടത്തിനും കിഴക്കൻ ഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിർദ്ദിഷ്ട സംരക്ഷിത പ്രദേശമാണ്. 18ാമത്തെ വന്യജീവി സങ്കേതമാണ് ഈ പറയുന്ന തന്തേ പെരിയാർ വന്യജീവി സങ്കേതം. ഇവിടെ കാണുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണ്, ആനയുടെയും അതേപോലെ തന്നെ കടുവകളുടെയും സുരക്ഷിതമായ സഞ്ചാരം പ്രദാനം ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്തേ പെരിയാർ വന്യജീവി സങ്കേതത്തിലൂടെ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക, ഉറപ്പായിട്ടും ഒരു മാർക്ക് നിങ്ങൾക്ക് അതിൽ നിന്നും കിട്ടുന്നതായിരിക്കും. അംബേദ്കർ ജയന്തിയായ ഏപ്രിൽ 14 എല്ലാ വർഷവും തുല്യതാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ് അംബേദ്കർ ജയന്തി. നമുക്കറിയാം ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്ന ആളിനെ കുറിച്ച്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് ജന്മദിനം എന്ന് പറയുന്നതാണ് ഏപ്രിൽ 14 എന്ന് പറയുന്നത്. അപ്പോൾ ഏപ്രിൽ 14 എല്ലാ വർഷവും തുല്യതാ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഏതാണ്, തമിഴ്നാടാണ് എല്ലാ വർഷവും അങ്ങനെ ആചരിക്കാനായിട്ട് തുടങ്ങുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം അംബേദ്കറെ കുറിച്ചൊക്കെ പറഞ്ഞതാണ്. അതായത് 1891 ഏപ്രിൽ 14 അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് പറയുന്നത്. മധ്യപ്രദേശിലെ മോവ് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഡോക്ടർ BR അംബേദ്കർ ജനിക്കുന്നത്. അങ്ങനെ മധ്യപ്രദേശിലെ മോവ് ഗ്രാമത്തിൽ ജനിച്ച ഡോക്ടർ BR അംബേദ്കർ എന്താണ്, മെഹർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകി. അതേപോലെ തന്നെ എന്താണ്, അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, ആധുനിക മനു, ആധുനിക ബുദ്ധൻ, ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി എന്നീ വിശേഷണങ്ങൾ. അതേ കൂടാതെ തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതും ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ്. അങ്ങനെ ഡോക്ടർ BR അംബേദ്കറിന്റെ ജന്മദിനമായിട്ടുള്ള ഏപ്രിൽ 14 നമ്മുടെ ഭാരത സർക്കാർ എന്താണ് ദേശീയ ജലദിനമായിട്ടാണ് ആചരിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഡോക്ടർ BR അംബേദ്കറിന്റെ ചരമദിനം ഡിസംബർ 6 അത് എന്ത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഡോക്ടർ BR അംബേദ്കറിന്റെ ചരമദിനമായ ഡിസംബർ 6 എന്ത് ദിനമായിട്ടാണ് ഭാരത സർക്കാർ ആചരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. 2023 സെപ്റ്റംബറിൽ തമിഴ്നാട്ടിലെ ക്ഷേത്ര പൂജാരികളായി നിയമിക്കപ്പെട്ട വനിതകളാണ് കൃഷ്ണവേണി, എസ് രമ്യ, എൻ രഞ്ജിത. ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. കാരണം എന്താണ്, ഈ പറയുന്ന കൃഷ്ണവേണി, അതേപോലെ തന്നെ എസ് രമ്യ, അതേപോലെ തന്നെ എൻ രഞ്ജിത, ഇവരെന്താണ് തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിലെ പൂജാരികളായി നിയമിക്കപ്പെട്ട വനിതകളാണ് കൃഷ്ണവേണി, എസ് രമ്യ, എൻ രഞ്ജിത. 2023 സെപ്റ്റംബറിൽ തെരുവ് കുട്ടികളുടെ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായ ഇന്ത്യൻ നഗരമാണ് ചെന്നൈ. ഓക്കെ, അപ്പോൾ സെപ്റ്റംബറിൽ എന്താണ്, തെരുവ് കുട്ടികളുടെ ക്രിക്കറ്റ് ലോകകപ്പിന് വേദിയായ ഇന്ത്യൻ നഗരമാണ് ചെന്നൈ. അടിസ്ഥാന സാക്ഷരത ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ തമിഴ്നാട് മുഖ്യമന്ത്രി AK സ്റ്റാലിൻ പുറത്തിറക്കിയ പദ്ധതിയാണ് എന്നും എഴുതും. അടിസ്ഥാന സാക്ഷരത ഉറപ്പുവരുത്തുന്ന എന്ന ലക്ഷ്യത്തോടെ എന്താണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പുറത്തിറക്കിയ പദ്ധതിയാണ് എന്നും എഴുതും. രാജ്യത്തെ ഏറ്റവും മലിനമായ നദിയാണ് കൂവം നദി. ചെന്നൈ 72 കിലോമീറ്ററിലാണ് ഇത് ഒഴുകുന്നത്. 2ാം സ്ഥാനം സബർമതി നദിയാണ് ഗുജറാത്തിലെ. 3ാം സ്ഥാനം ബഹേല നദി ഉത്തർപ്രദേശ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. രാജ്യത്തെ ഏറ്റവും മലിനമായ നദി ഏതാണെന്ന് ചോദിച്ചാൽ കൂവം നദിയാണ്. കൂവം നദി എതിലൂടെ ഒഴുകുന്നത്? നമ്മുടെ ചെന്നൈയിലൂടെയാണ് ഒഴുകുന്നത്. എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 72 കിലോമീറ്ററിലാണ് ഇത് ഒഴുകുന്നത്. 2ാം സ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ാം സ്ഥാനം ഏറ്റവും മലിനമായിട്ടുള്ളത് അത് സബർമതിയാണ്. അത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നദി എവിടെയാണ് സബർമതി? നമുക്കറിയാം, ഗുജറാത്തിലാണ് സബർമതി. അതേപോലെ 3ാം സ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ബഹേല നദിയാണ്. ബഹേല നദി എവിടെയാണ് കാണപ്പെടുന്നത്? അല്ലെങ്കിൽ ഇതിലൂടെയാണ് ഒഴുകുന്നത്? ഉത്തർപ്രദേശിലൂടെയാണ് ബഹേല നദി
ഒഴുകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് തന്നെയാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിച്ചത്. നിങ്ങൾക്ക് വളരെ വ്യക്തമായെന്ന് കരുതുന്നു. ഞാനൊന്ന് ഓടിച്ച് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ഓടിച്ചു പറയാം. രാജ്യത്തെ ആദ്യത്തെ തീരക്കടൽ കാറ്റാടിപ്പാടം നിലവിൽ വരുന്നത് കന്യാകുമാരിയാണ്. അതേപോലെ തന്നെ എന്താണ് തമിഴരുമായി ബന്ധപ്പെട്ട കിലാടി മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലാണ്. 2015 മുതൽ 14 മുതൽ 15 വരെ പുരാവസ്തു ഗവേഷണത്തിന്റെ ഫലങ്ങളാണ് ഇതിൻ്റെ അകത്ത് നിലവിൽ കാണാനായിട്ട് പറ്റുന്നത്. അതേപോലെ തന്നെ എന്താണ് തമിഴ്നാട്ടിലെ ആദ്യ വനിതാ പാപ്പാനാണ് ബെല്ലി എന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ട്രാൻസ്ജെൻഡേഴ്സിന് സംവരണം ഏർപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ച ഹൈക്കോടതിയാണ് മദ്രാസ് ഹൈക്കോടതി. അതേപോലെ തന്നെ എന്താണ് അരീട്ടപ്പാടി മീനാക്ഷിപുരം തമിഴ്നാടിന്റെ ആദ്യ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രങ്ങളാണ് അരീട്ടപ്പാടി മീനാക്ഷിപുരം. പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. അതേപോലെ തന്നെ കുലശേഖരപട്ടണം തൂത്തുക്കുടിയാണ് ISROയുടെ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്ന കുലശേഖരപട്ടണം തൂത്തുക്കുടി. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഇടനാഴിയാണ് രാമേശ്വരം മാനമധുര. പുതുമൈ പെൺ പദ്ധതി 5 മുതൽ 12 വയസ്സ് ക്ലാസ്സുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തുന്നത്. തന്തേ പെരിയാർ വന്യജീവി സങ്കേതം 18ാമത്തെ എവിടെയാണ്? നമ്മുടെ തമിഴ്നാട് ജില്ലയിലാണ്. അംബേദ്കറിന്റെ ജന്മദിനമായിട്ടുള്ള ഏപ്രിൽ 14 എല്ലാ വർഷവും തുല്യതാ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡോക്ടർ BR അംബേദ്കറിന്റെ ചരമദിനം അത് എന്നാന്നുള്ളത് താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അത് ഏത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത്? ഡിസംബർ 6 ഇന്ത്യൻ അല്ലെങ്കിൽ ഭാരത സർക്കാർ ഏത് ദിവസമായിട്ടാണ് ആചരിക്കുന്നത് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിൻ്റെ എന്താണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നിങ്ങൾ താഴെ എന്ത് ചെയ്യുക? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ എല്ലാവരും കിടിലമായി തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്തും കൂടി പോകണം മക്കളെ. കാരണം നമ്മൾ പഠിക്കുന്നത് നമ്മൾ റിവിഷൻ ചെയ്തില്ലെങ്കിൽ അത് വെറും പുകമയം മാത്രമായിരിക്കും നമ്മുടെ ഉള്ളുകളിൽ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? പഠിക്കുക, റിവിഷൻ ചെയ്യുക, എക്സാമുകൾ എഴുതുക. മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തിരിക്കും. ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോയിൽ വരാത്തത്. കാരണം ഇവിടെ ഭയങ്കര മഴയും അതേപോലെ തന്നെ എന്താണ് പോസ്റ്റൊക്കെ ഒടിഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ട് നിലവിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വരാത്തത്. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളാൽ കഴിയുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് മറ്റുള്ളവരിലേക്കും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പോൾ സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.